അപ്പൊ ഡെലിവറി അപ്പൊ ഹോസ്റ്റലില് ഇരിക്കുമ്പോഴൊന്നും എന്റെ ഇതില്ല, കോഴ്സ് ഓൺലൈൻ ചെയ്യണം എന്ന് അങ്ങനെ ഒന്നുമില്ല മനസ്സിൽ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ ഇത് കാണുന്നത്, ആഡ് കാണുന്നത്, ക്ലാസ് തുടങ്ങിയെന്നൊക്കെ ഉള്ളത്. പക്ഷെ ഈ 28 ദിവസം കഴിയാണ്ട് നമ്മളിങ്ങനെ വായിക്കാതെ നോക്കിയാതൊന്നും പാടില്ല, കണ്ണു സമ്മതിക്കില്ലല്ലോ. പോകുന്നൊക്കെ പറയും. ആ ശരിയാ. അതെ അതെ. അപ്പൊ ഞാൻ ഫോൺ എടുക്കുമ്പോഴൊക്കെ അമ്മയാണെങ്കിലും ഇവിടെ ഒന്ന് വഴക്ക് പറയും, എടുക്കല്ലേ നോക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ആ മാസം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു മെയിൻ റീസൺ ഇതിനകത്ത് എത്താതിരുന്നതിനൊരു കാരണം. പിന്നെ മാർച്ച് അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ്, ഏപ്രിലിൽ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഞാൻ ക്ലാസ്സിന്റെ കാര്യങ്ങൾ അറിയണതും എന്നാൽ ജോയിൻ ചെയ്യാന്നൊക്കെ ഉള്ള ഒരു പ്ലാനിൽ എത്തണതും. അങ്ങനെ പിന്നെ ജോയിൻ ചെയ്ത് പിന്നെ ക്ലാസ്സിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇപ്പൊ മൈക്രോബയോളജി ആണെങ്കിലും ഇപ്പൊ മൈക്രോബയോളജിക്കാർക്കായിരിക്കും കൂടുതൽ ഡൗട്ട് മീൻസ് പറയാറില്ലേ, കാരണം നമ്മൾ കുറെ വാരി വലിച്ച് പഠിച്ചിട്ടുള്ളതാണ് മൈക്രോബയോളജി. പക്ഷെ MCQs ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റിനും അറിയാം. പക്ഷെ ഇപ്പൊ കെമിസ്ട്രിക്കാരെന്ന് പറയുമ്പോ അവര് എന്താണ്, അവർക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. മൈക്രോബയോളജിക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം അറിയാം. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, ഏറ്റവും ഏതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ സ്ട്രീറ്റ് പ്ലേറ്റിന്റെ ആൻസർ വരുന്നത് അല്ലെ? അത് ശരിക്കും പറഞ്ഞാൽ ആരും ആൻസർ ചെയ്യില്ല അല്ലെ? അത് കൺഫ്യൂഷൻ വരാൻ മൈക്രോബയോളജിക്കാര് ആരും അത് ശരിയാക്കില്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ എന്താണെങ്കിൽ നമ്മള് വീട്ടിലിരുന്ന് പഠിക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ കുറെ ടെസ്റ്റുകൾ റെഫർ ചെയ്ത് നമ്മൾ എസ്സേ മാതിരി ഇങ്ങനെ വായിച്ച് പഠിച്ചു പോകണുള്ളൂ. എല്ലാവരും അങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കുന്നവർ അങ്ങനെയൊക്കെയുള്ളൂ മെജോറിറ്റി ചെയ്യാറ്. പക്ഷെ ഇതുപോലെ MCQs ചെയ്ത് പോകുന്നത് കൊണ്ടേ ശരിക്കും പറഞ്ഞാൽ കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. പെട്ടെന്ന് നമുക്ക് ടൈം എന്താണ് മാനേജ് ചെയ്ത് എക്സാം എഴുതണമെങ്കിൽ നന്നായിട്ട് MCQs ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണത്. അത് മിസ് നന്നായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ അത് കഴിഞ്ഞ് വീക്ക്ലി എക്സാം, അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആദ്യം കുറച്ച് പാടായിരുന്നു, കാരണം ഒരു മാസത്തിന് മേലെ ക്ലാസ് കുറെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തപ്പോ തന്നെ എനിക്ക് തോന്നുന്നൊരു 40 ക്ലാസ് കൊടുത്ത് മിസ്സിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും ഇവരുടെ കൂടെ ഒന്ന് എത്തിപ്പിടിക്കണം എന്നുള്ളൊരു ഇതൊക്കെ മനസ്സിൽ ഉണ്ടായിരുന്നു. കാരണം ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു ഇപ്പൊ പഠിച്ച് എത്തിയാലല്ലേ ഇപ്പൊ മിസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ ആൻസർ പറയാനൊക്കെ പറ്റുള്ളൂ, ഇന്നത്തെ ഇതിനൊക്കെ ചോദിക്കുമ്പോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ മിസ് വീഡിയോ കഴിച്ചു തന്നപ്പോ എല്ലാം ഒരു ദിവസത്തിൽ തന്നെ ഞാനൊരു 3-4 വീഡിയോ വെച്ച് അങ്ങനെ കണ്ട് അപ്പൊ അമ്മയ്ക്ക് ഇരുന്ന് വഴക്കുറയും, നീ ഇങ്ങനെ ഇപ്പൊ പഠിക്കണ എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് അങ്ങിരുന്ന്